നമിക്കുവിൻ സഹചരെ നിയതമി ഗുരുപാദം. നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിനു? ഗുരുഭക്തിയില്ലാതാർക്കും കുശലമാമോ? പരമദിവ്യമാത്മവിദ്യാത്മികേ പരമകാരുണ്യവാരാന്വിതേ പരേ, ധരയിലാനന്ദനാഗം രചിച്ചിടും ശിവഗിരീശ്വരി ശാരദേ പാഹി മാം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ മുഖ്യ കാര്യദർശി ശ്രീ അനിൽജി, ആചാര്യൻ മനോജ് ശാസ്ത്രി സാർ, ആചാര്യ സുലേഖ ഷാജിമാം, അഡ്മിൻ പാനൽ അംഗങ്ങൾ, സ്നേഹം നിറഞ്ഞ എൻ്റെ ആത്മസഹോദരങ്ങൾ, നമ്മുടെ ബാലവേദിയിലെ കുഞ്ഞുമക്കൾ, എല്ലാവർക്കും ഗുരുദേവനാമത്തിൽ എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ കൂട്ടായ്മയിൽ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ആത്മോപദേശ ശതകം മഹായജ്ഞം ഭക്തി പുരസ്കരം നടത്തി വരികയാണ്. ഈ യജ്ഞത്തിൻ്റെ 12ാം ദിവസമായ ഇന്ന് ആത്മോപദേശ ശതകത്തിൻ്റെ 12ാമത്തെ പദ്യം വിശകലനം ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്ക് കൈവന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമാകാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന അഡ്മിൻ പാനൽ അംഗങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. 12ാമത്തെ പദ്യത്തിൻ്റെ വിശകലനം സ്വാമി തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ രചിച്ചിട്ടുള്ള കൃതികളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കൃതിയാണ് ആത്മോപദേശ ശതകം. അദ്വൈത തത്വങ്ങൾ പ്രതിപാദിക്കുന്ന സാധാരണ കൃതി എന്ന ആദ്യ വായനയിൽ തോന്നുമെങ്കിലും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അതിനപ്പുറം പലതും കാണാൻ കഴിയും. അദ്വൈതത്തിൻ്റെ ഏകത്വബോധം ദാർശനിക മണ്ഡലത്തിൽ മാത്രമായി ഒതുക്കി നിർത്താതെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കുന്നു. അങ്ങനെ മതമീമാംസ, സാമൂഹിക തത്വചിന്തയും ഉപാസനയും കർമ്മവും ഭക്തിയും എല്ലാം ഇതിൻ്റെ പരിധിയിൽ വരുന്നു. ഒരു പൂർണ്ണനായ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉതകുന്ന ചിന്തകളാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഈ വസ്തുത മനസ്സിലാക്കിയില്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ശ്രീശങ്കരൻ്റെ മലയാള പതിപ്പെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ആത്മാവിനെക്കുറിച്ച് ഉപദേശിക്കുന്ന 100 പദ്യം എന്നും ആത്മാവിനോട് നൽകുന്ന ഉപദേശം എന്നും അർത്ഥം പറയാം. അതിനനുസരണമായി ഓതിടണം, ചെയ്തിടണം മുതലായ മിക്ക ക്രിയകളും ഗുരു ശിഷ്യന് ഉപദേശിക്കണം എന്നും ശിഷ്യൻ സ്വയം ഓതണം എന്നും അർത്ഥം പറയത്തക്ക വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഈ കൃതി വായിച്ചു പഠിക്കുന്ന ഓരോ വ്യക്തിയും അവനവനോട് അതിലെ തത്വങ്ങൾ ഓതുകയാണ് ചെയ്യുന്നത്. മൃഗേന്ദ്രമുഖം എന്ന ഒരപൂർവ വൃത്തമാണ് ഈ കൃതിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പരമമായ സത്യം അറിവാണ്, അതിനപ്പുറം ഒരു മൂല്യവും ഇല്ല എന്നതാണ് ഈ കൃതിയിലെ പ്രതിപാദ്യം. തൊലിയുമെലുമ്പുമലം ദുരന്തമന്ത കലകളുമേന്തു മഹന്തയൊന്നു കാൺക, പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരഹന്ത വരാവരം തരേണം. ജീർണിച്ചു നശിക്കുന്ന തൊലി, എല്ല്, പലതരം അഴുക്കുകൾ ഇവ ചേർന്ന ദേഹത്തെയും സങ്കല്പത്തിൻ്റെ വിവിധ ഘട്ടങ്ങളായ ബുദ്ധി, മനസ്സ്, ചിത്തം എന്നീ അന്ധകരണ ഘടകങ്ങളെയും ഉണ്ടാക്കി അനുഭവിക്കുന്നത് ഞാൻ എന്ന അഹംബോധം ഒന്ന് മാത്രമാണ്. സത്യ അനുഭവത്തോടെ ഈ അഹന്ത ഇല്ലാതാകും. അവിദ്യ നശിച്ച് ഈ അഹംബോധം പൂർണ്ണ ബ്രഹ്മത്തെ പ്രാപിക്കും. അതുകൊണ്ട് ശക്തിമത്തായ അഹങ്കാരം വരാതിരിക്കാൻ കാരുണ്യത്തോടെ അനുഗ്രഹിക്കണം. ലോകത്തിലെ അഹന്തയുടെ നിന്ദ്യതയെ ചൂണ്ടിക്കാണിച്ച് തത്വജ്ഞാനം കൊണ്ട് അത് നീങ്ങുമെന്നും ആത്മാവിലുള്ള അഹന്ത അതൊന്നു മാത്രമായി പരിപൂർണമായ വികാസം പ്രാപിക്കുമെന്നും വിവേചനം ചെയ്ത് ശരീര ആദികളിലുള്ള അഹംബുദ്ധിയാണ് എല്ലാ അനർത്ഥങ്ങൾക്കും
കാരണമായതെന്നു കൊണ്ട് അത് തനിക്ക് യാതൊരവസ്ഥയിലും ഉണ്ടാകാതെ ഇരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ആനന്ദഘനമായ ആത്മാവിൽ ഞാൻ എന്ന ജീവഭാവവും തുടർന്ന് അന്ധഃകരണം, ശരീരം എന്നിവയും അവിദ്യ അഥവാ സ്വരൂപവിസ്മരണ രൂപത്തിലുള്ള ജ്ഞാനം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചകളാണ്. ഈ അന്ധഃകരണവും ജീവനും ദുഃഖമുണ്ടാകുവാൻ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. സ്വസ്വരൂപമാർത്തിലുള്ള സത്യ അനുഭവം ശക്തിപ്പെടുന്നതോടെ ദുരന്തങ്ങളായ ഇവ ഒഴിഞ്ഞുമാറി അഹംബോധ രൂപത്തിലുള്ള ജീവഭാവവും ഇല്ലാതാകും. അഹംബോധത്തിൻ്റെ പൂർണ്ണ വിലയാണ് ജീവാത്മ പരമാത്മൈക്യം. അതോടെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അനന്തഘനമായ സത്യസ്വരൂപമായി തെളിയും. അജ്ഞാനത്തിലെ ബോധപ്രതിബിംബമാണല്ലോ അഹംബോധം അഥവാ ജീവൻ. ആധ്യാത്മിക സാധനയുടെ ക്ലേശകരമായ ഭാഗമാണ് അഹംബോധത്തിൻ്റെ മയപ്പെടുത്തൽ. ഐന്ദ്രജാലികൾ ഒളിച്ചും പതുങ്ങിയും പല പ്രകാരത്തിൽ ഒരു ഭക്തനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കും. എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നോ എപ്പോൾ മറയുന്നോ കൃത്യമായി നിശ്ചയിക്കാൻ വയ്യാത്തവണ്ണം നന്മയുടെയും തിന്മയുടെയും വേഷമണിഞ്ഞ് പല പ്രകാരത്തിലും ഈ അഹംബോധമാകുന്ന ഉണ്ടാകുന്നു. ഒരു ഭക്തൻ അഹന്തയെക്കുറിച്ച് സദാ ജാഗരൂപനായി പ്രവർത്തിക്കേണ്ടതാണ്. ഭഗവത് പാദങ്ങളിൽ സർവ അർപ്പണം ചെയ്ത് സർവം ഭഗവന്മയമായി ഭാവന ചെയ്യുക മാത്രമാണ് അഹന്തയെ ജയിക്കാനുള്ള എളുപ്പവഴി. അതുകൊണ്ടാണ് ഭഗവാൻ ശ്ലോകത്തിൻ്റെ അവസാനം വലിയൊരഹന്ത വരം തരേണം എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർവവും പരമസ്വരൂപമായി ഭാവന ചെയ്ത് അർപ്പണ ബുദ്ധിയോടുകൂടി സങ്കല്പങ്ങളെയും വാസനകളെയും ഒഴിച്ചു മാറ്റിയാലേ അഹന്ത പൊലിഞ്ഞ് പൂർണ്ണ സത്യ അനുഭവം കൈവരുന്നു. ഇവിടെ രണ്ടുതരം അഹന്തയെപ്പറ്റി നിരൂപണം ചെയ്യുന്നുണ്ട്. ശരീര ആദികളിലുള്ള അഹന്തയാണ് ഒന്നാമത്തേത്. അത് ഏവർക്കും ഏറെക്കുറെ പരിചയമാണല്ലോ. അഹന്തയാകട്ടെ ആത്മാവ് ശരീരാദികളിൽ നിന്നും അതിരിക്തമാണെന്നുള്ള വിവേകം ഉണ്ടാകുന്നതോടുകൂടി പാടെ തിരോദ്ഭവിക്കും. മറ്റൊരു തരം അഹന്ത കൂടി എല്ലാവരിലും പ്രവർത്തിക്കുന്നുണ്ട്. അഹംബുദ്ധി അല്ലെങ്കിൽ അഹന്തയാകട്ടെ ശരീര ആദികളിലുള്ള അഹന്തയിൽ നിന്നും അന്യ ആകുന്നു. അത് പ്രാപഞ്ചിക ദിശയിൽ ഏറ്റവും മറഞ്ഞിട്ടാണെങ്കിലും നിശ്ചയമായും സ്ഫുരിക്കുന്നുണ്ട്. അനിത്യങ്ങളായ ശരീരാദികളിലുള്ള അഹന്ത പാടെ നീങ്ങുന്നതോടുകൂടി സച്ചിദാനന്ദഘനമായ ആത്മാവ് തന്നെയാണ് താനെന്നുള്ള നിശ്ചയം കൈവരുന്നതാണ്. അഹന്തയുടെ പൊലിഞ്ഞു പൂർണ്ണമാകൽ തന്നെയാണ് സർവവും. ആത്മാവാണെന്നുള്ള അവബോധത്തിൽ നിന്നും ഉദയം ചെയ്യുന്നത്. രണ്ടുതരം അഹന്തയെക്കുറിച്ച് പ്രസ്താവിച്ചതിൽ ആദ്യത്തേതാണ് ദുഃഖകാരണമായി ഭവിക്കുന്നത്. അവിദ്യ തന്നെയാണ് അതിനു കാരണം. അത് കൂടുന്തോറും ദുഃഖം ഏറുന്നതാണ്. വലിയൊരഹന്ത വരാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീര ആദികളിലുള്ള അഹന്ത ഒന്നിനൊന്ന് വർദ്ധിക്കുവാൻ ഇടയാകരുതെന്നും നേരെ മറിച്ച് എത്രയും പെരുകിപ്പോയാൽ അതിനെ നീക്കുന്നത് ദുഷ്കരമായേക്കുമെന്നുമാണ്. എന്ന് മാത്രമല്ല, ആ അഹന്ത വലിപ്പം പ്രാപിക്കാതിരിക്കാൻ സർവേശ്വരനിൽ നിന്നും അഭിന്നമായ ഗുരു കനിഞ്ഞ് അനുഗ്രഹിച്ചാലേ സാധ്യമാകുള്ളൂ എന്നും ഇവിടെ നല്ലപോലെ സൂചിപ്പിച്ചിരിക്കുന്നു. പൊലിഞ്ഞു പൂർണ്ണമാകുന്ന രണ്ടാമത്തെ അഹന്തയാകട്ടെ നിരന്തരമായ ശ്രവണാദിയായ സാധനയാൽ സ്വയം സമ്പാദിക്കേണ്ടതാണ് താനും. എൻ്റെ കഴിവിൻ്റെ പരമാവധിയിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്ത ഈ 12ാമത്തെ പദ്യത്തിൻ്റെ വിശകലനത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. നന്ദി, നമസ്കാരം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഗുരുധർമ്മം ജയിക്കട്ടെ.